ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെ മുടി ഒതുക്കി കെട്ടിയാലും രാവിലെ എണീക്കുമ്പോൾ മുടിതാ ഇങ്ങനെ ഇരിക്കും. അതുതന്നെയാണ് പല്ല് ഇപ്പോൾ കഴിഞ്ഞ് എനിക്ക് എന്ത് ചെയ്യണം മുമ്പ് ഫസ്റ്റ് എനിക്ക് എണീറ്റ പാടെ എനിക്ക് പല്ല് തേക്കണം കേട്ടോ. അത് മസ്റ്റാണ്, എന്നാലും എനിക്കൊരു ഉന്മേഷവും ഉഷാറൊക്കെ വരുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ അലക്കാൻ വേണ്ടി പോകുക കേട്ടോ. അലക്കിയിട്ട് ഞാൻ അകത്തുനിന്നാണ് തോരിടാറ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് തുടയ്ക്കലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് സിറ്റ് ഔട്ടും അവിടെ തുടച്ചിട്ടാണ് നമ്മൾ അകം തുടയ്ക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടത്തെ അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യും, ഈ ക്ലോത്ത് സ്റ്റാൻഡ് പുറത്തേക്ക് ഇടും. അപ്പോൾ ഒന്ന് തുണിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പുറത്തിലിടുമ്പോൾ അവിടെ വെള്ളമാവില്ല, അകത്തെന്തായാലും തുടയ്ക്കണമല്ലോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇടും. അപ്പോൾ അവിടെയും വെള്ളമാവില്ല, അകത്തെ വെള്ളം നമ്മൾ തുടയ്ക്കുമല്ലോ, അപ്പോൾ അത് പോകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേനും നമ്മൾ പുറത്തൊക്കെ തുടച്ച് അടിച്ചു വാരിയിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും മുറ്റത്ത് അങ്ങനത്തെ അടിച്ചു തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമ്മൾ ക്ലോത്ത് സ്റ്റാൻഡ് എടുത്തിട്ട് പുറത്ത് വെക്കുകയാണ് കേട്ടോ. ഈ ക്ലോത്ത് സ്റ്റാൻഡ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് വാങ്ങിച്ചത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഡ്രസ്സും ഇതുപോലെ ഇടും കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിലിടും. ചെറുതല്ല, വലിയ ഡ്രസ്സുകളായാലും ഇതിലേക്ക് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ പാല് വന്നിട്ടുണ്ടായിരുന്നു. പാലൊക്കെ അകത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. പിന്നെ ഞങ്ങൾ എല്ലായ്പ്പോഴൊന്നുമില്ല, ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കും. രാവിലെ എന്തായാലും ടൈമൊന്നും കിട്ടാറില്ല. ഇന്നിപ്പോൾ സൺഡേ ആണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞൊന്നും എണീറ്റിട്ടില്ല. എണീറ്റുന്നുണ്ടെങ്കിൽ ഈ നിർപ്പൊന്നും നടക്കില്ല. ആകെ ഓട്ടയക്കാരം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ജോലികളായിട്ട് പോകും. ഇന്ന് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഏട്ടൻ കാപ്പി പിടിച്ചപ്പോൾ അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടി ചായ പിടിച്ചിരിക്കാൻ നിൽക്കുകയാണ്. കുഞ്ഞ് ഉണർന്നിട്ടില്ല. കുഞ്ഞ് ഉണർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ട്രിപ്പായിട്ടായിരിക്കുക. ഒന്ന് ഫസ്റ്റ് ഏട്ടൻ കഴിക്കും, പിന്നെ ഞാൻ കഴിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്ന് കഴിക്കും. ഇന്നിപ്പോൾ അതിൽ കുഞ്ഞ് ഉണരാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ കുഞ്ഞിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് നമ്മുടെ ഓർഗനൈസിങ് പരിപാടിയിലേക്കാണ് നിന്നത്. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ എത്ര ഒതുക്കി വെച്ചാൽ ഇതൊന്നും മെനയായിട്ട് നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ സൈഡിലുള്ള അലമാരയും കുഞ്ഞിൻ്റെ ഒരു അലമാര ഉണ്ടായിരുന്നു, അതവിടെ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചതാ കുറച്ച് ഏകദേശം ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ചു കേട്ടോ. കുഞ്ഞിനെ കുളിപ്പിച്ച് വന്നു. കുഞ്ഞിനെ കുളിപ്പിച്ച് വരുന്ന രംഗം നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അലമ്പായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുത് ഉറങ്ങാനുള്ള അലമ്പാണെന്ന്, പക്ഷേ ആൾ ഉറങ്ങത്തുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഏട്ടൻ കുടിരിക്കലിന് പോകണം കേട്ടോ. ഏട്ടനും അമ്മയും മൂത്തച്ഛനും കൂടിയാണ് പോകുന്നത്. നല്ല നാടമാ കിട്ടിയ വെറുതെ വിടും ഇല്ലേ? വെറുതെ വിടില്ല. അപ്പം അത് കഴിച്ചു. പിന്നെ വാഷിംഗ് മെഷീനിൽ തോരിടാനുണ്ടായിരുന്നു കേട്ടോ. അലക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി തോരിടണം. അപ്പോൾ അതിൽ നിന്നിങ്ങനെ എടുക്കാനുള്ളതാണ് ബുദ്ധിമുട്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് തോരിടണം. ഓക്കെ, തോരിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് ഓടിക്കരച്ച് വരുന്നത് പെട്ടെന്ന് നമുക്ക് പാണ്ടിക്കാട് പോകണം എന്ന് പറഞ്ഞിട്ട്, റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഒരുങ്ങി പോകുകയാണ് കേട്ടോ. പാണ്ടിക്കാടൊക്കെ പോയി വന്നിട്ട് പിന്നെ ഇതാ കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വരാൻ വന്നിട്ട് അതൊന്ന് അടിച്ചു വരാൻ വിചാരിച്ചു. അടിച്ചു വരി കഴിഞ്ഞ് പിന്നെ കുട്ടി എഴുന്നേറ്റു. പിന്നെ ലൈവ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ലൈവ് ചെയ്തിരുന്നു. ലൈവൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് കുഞ്ഞിൻ്റെ കൂടെ കളിക്കുകയെന്ന് കുറച്ച് നേരം. 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ലൈവ് ചെയ്യണം. അതിനു മുമ്പ് ഷോർട്സൊക്കെ 2 എടുത്ത് വെക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ നടന്നത് പ്ലാൻ ബി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നൈറ്റ് ഡ്രൈവ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഷവർമയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയത് മോമോ ഹഗ്ഗിലേക്കായിരുന്നു. അവിടെ നല്ല അടിപൊളി ഷവർമ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. മെനു കാർഡ് നോക്കിയിട്ട് ഞങ്ങൾ വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടെങ്കിൽ അത് കഴിക്കാമെന്നുള്ള പ്ലാനും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വെറൈറ്റി ഒന്നുമില്ല, ഷവർമ തന്നെ മസ്റ്റായിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ ഷവർമ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ സെർച്ച് ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് KL71 എന്നുള്ള കോടതിപ്പടിയിലുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. അവിടെ നിന്ന് നല്ല അടിപൊളി ഷവർമ കഴിച്ചു. പക്ഷേ വയറങ്ങ് ഫില്ലായില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള സെർച്ചിങ്ങിലായി. പിന്നെ ഞങ്ങൾ ചെന്നെത്തിയത് ക്രാബ് ബെറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സീ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മെനു കാർഡൊക്കെ നോക്കി ഞങ്ങളൊരു ഐറ്റം അങ്ങോട്ട് തിരഞ്ഞെടുത്തു. ചേരി ഫിഷ് പൊള്ളിച്ചതാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. നിങ്ങൾ 2 ക്യാമറ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹസ്ബൻഡിൻ്റെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനും ഒന്ന് എനിക്ക് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനും. 2 ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടണം എന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. 2 ക്യാമറയിലും ഞാൻ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്, 2 ക്യാമറ അവിടെ കാണുന്നത് കേട്ടോ. ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു.
അങ്ങനെ ആ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബായ്.